എന്റെ മോളെ ഇവിടെ പിടിച്ചോണ്ട് വന്നു പറയുന്ന കേട്ടു. തന്റെ മോളുടെ പേരെന്താ? ഹണി. തന്റെ മോളാണോ? ആ. CSR അവളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക അവിടെ. താനോടെ വെയിറ്റ് ചെയ്യും. തന്നെ സാറ് വിളിക്കുന്നു, ചെല്ല്. സർ നമസ്കാരം. എന്റെ മോളാണ് സർ. തന്റെ മോളാണ് സർ. എന്തിനാണ് സാർ ഇവളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. സർ, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് സർ. എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് ആള് മാറിയായിരിക്കും. അത് നിങ്ങളുടെ വെർഷൻ വിത്ത് വീഡിയോ എവിഡൻസ് ഉൾപ്പെടെ വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് വീഡിയോ സർ? അത് താൻ കാണണ്ട, കാണേണ്ട സമയമാകുമ്പോൾ കാണിക്കാം. ഇപ്പൊ താൻ അങ്ങോട്ട് മാറിയിരിക്കേ. അങ്ങോട്ട് മാറിയിരിക്കടോ. അങ്ങോട്ട് ഇറക്കടോ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ വാടാ പോ നടക്ക്. ഇങ്ങോട്ട് കയറങ്ങട്. സാർ ആ വില്യംസിനെ കൊണ്ടുവന്നു. വിളിക്കാം. ഓക്കെ. നീയാണോ കക്ഷി? ആ എടാ വില്യംസ്, നീ ഈ പണി ഇതുവരെ നിർത്തിയില്ലടാ കാഴുവരുടെ മോനെ. നിനക്ക് ഇവിടെ അറിയോ? എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തെ അറിയോടാ? ഇല്ല. നടന്ന സംഭവം എന്താ വെച്ചാൽ സത്യമായിട്ട് കൊണ്ട് പറഞ്ഞേ. സർ, ഞാൻ സെന്റ് തോമസ് കോളേജിലെ 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്. ഞാനും ഈ നിൽക്കുന്ന വില്യംസുമായി ആദ്യമായി പരിചയപ്പെടുന്നത് നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാനൊന്നിനും നിർബന്ധിക്കുന്നില്ല. എടാ പെണങ്ങല്ലേ? പിന്നെ വെറുതെ പെണങ്ങ. ഹണി, എന്താടാ നിന്റെ ഒരു ആഗ്രഹം? മതി മതി. Got it, man. We got it. ഹലോ. യെസ്, വില്യംസ്. ആരോ സാറേ, കണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഞാൻ കണ്ടു. കുഴപ്പമില്ല, ആള് സൂപ്പറായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. കിളുന്തെന്ന് പറഞ്ഞ കിക്കിളുന്ത്. എൻ്റെ അക്കൗണ്ട് നമ്പർ പിന്നെ അറിയാലോ. എന്താന്ന് വെച്ചാ അങ്ങിട്ടേര്. ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. ഐ വിൽ സെൻഡ് യു 2 lakhs. ഓൾ ടുഗദർ 2 lakhs now. ഓക്കെ? ആ, അപ്പം ഞാൻ എയർപോർട്ടിൽ വരുമ്പം നിങ്ങൾ ആളെ കൂട്ടിക്കൊണ്ട് വരിക, നമുക്ക് കാണാം. ഞാനുണ്ടാവുന്ന എയർപോർട്ടിൽ. ആ പിന്നെ അവളുണ്ടാവും. ഷുവർ. അപ്പോൾ വരുമ്പോൾ കാണാം. ടേക്ക് കെയർ. ബൈ. ഈ കുട്ടി പറഞ്ഞതൊക്കെ സത്യമല്ലേടാ? ഇനി നീ മൊഴി മാറ്റി പറഞ്ഞാൽ പോക്സോ ചുമത്തി നിന്നെ ഞാൻ അകത്താക്കും. ജീവിതത്തിൽ പിന്നെ നീ ഒരിക്കലും വെളിച്ചം കാണില്ല. മനസ്സിലായടാ? കൊണ്ടുപോയി അകത്തിടോ. സാറിന് നഷ്ടപ്പെട്ട പൈസ ഞാൻ അവന്റെ നീളാക്കാം. ഇറ്റ്സ് ഓക്കെ സർ. ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയല്ല, ഇതെൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവനിൽ നിന്നും ഇനി ഈ ഉപദ്രവം ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. ആ പൈസ ആ കുട്ടി കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ട സാർ. കഷ്ടപ്പെട്ടാണെങ്കിലും
ഓട്ടോ ഓടിച്ചാണ് സാർ ഞാൻ ഇവിടെ വളർത്തിയത്. നിങ്ങളുടെ അവതാരം ഞങ്ങൾക്ക് വേണ്ട. എന്നാ തന്നെ ഫോൺ മോളെ വിളിച്ചോണ്ട് പോയിക്കോ. സാർ മക്കളെ, സാർ അങ്ങനെയാണെങ്കിൽ സാറാ പൈസ വല്ല ചാരിറ്റിക്കും കൊടുത്തരാം. ഓക്കെ സാർ. ഇവിടെ അടുത്തൊരു അനാഥാലയം വൃദ്ധസദനം, അവർക്ക് എന്തെങ്കിലും ഉപകരിക്കാൻ കൊടുക്കാം. ഷുവർ, താങ്ക് യു. ഓക്കെ. സർ, മാർട്ടിൻ വന്നിട്ടുണ്ട്. ആ വിളിക്കാം. പണി വല്ലതും ആണോടാ? ഒന്നുമില്ല, ചുമ്മാതാ. വിഷയമുള്ള കാര്യമല്ല, നമുക്കിതൊന്നും വിഷയമല്ല. വെറുതെ ഡോ, സാറ് വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാറേ. ഇവനാരാ? മാർട്ടിൻ ബായുടെ ചങ്കുബ്രോയാ സാറേ. എന്താ സാർ വിളിപ്പിച്ചത്? എന്ത് പറ്റി? നിനക്കൊരു കല്യാണം ആലോചിക്കാനാ. എൻ്റെ പൊന്ന് സാറേ, കല്യാണം കഴിഞ്ഞിട്ട് വർഷം 7 സാറിനെ വിളിക്കാൻ മറന്നുപോയി. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ ഒരു വിവാഹം കൂടി കഴിക്കാം. നമ്മൾ ഒന്നിച്ച് പെണ്ണ് കാണാൻ പോവാം. നീ ആനയുടെ വീട്ടിൽ ചെന്ന് കയറിയടാ. അപ്പൊ അതാണ് സംഭവം. അത് ഞാൻ വെറുതെ പോയതല്ല സാറേ. നീ ആ ജഡ്ജിക്ക് ലവ് ലെറ്റർ കൊടുത്തപ്പം SI ആയിട്ടിരുന്ന അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. കിലോ കണക്കിന് പഞ്ചസാര വാങ്ങിച്ച് നിന്റെ അണ്ണാക്കി തള്ളു ഞാൻ. പിന്നെ നീ 90 തയ്ക്കില്ല. ഇനി ആ പെണ്ണിന്റെ വീടിന്റെ പരിസരത്ത് നിന്നെ കണ്ടുപോരുത് സാറേ. വേറെ പെണ്ണിന്റെ പരിസരത്തൊക്കെ പോകാമല്ലോ. ആ പഞ്ചായത്തിൽ കയറി നിന്റെ കാലി എന്തെങ്കിലും ഒടിക്കും. ശരി സാറേ. ഇറങ്ങി പോടാം. മാർട്ടിൻ അയാളൊന്ന് ചൂടാടാ. ആര്? അയാൾ പറയാ പഞ്ചായത്ത് കാലുകുത്തിരുന്നു. പഞ്ചായത്ത് കാലുകുത്തത്തില്ല. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ കൈയും കുത്തും തലയും കുത്തും, വേണ്ടി വന്ന വയറും കുത്തും. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ, കൂടെ നിൽക്കാൻ ഞങ്ങൾ. കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ. ആ, ബ്രോ. ചങ്ക് ബ്രോ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? കേറാൻ വേണ്ടിയില്ല. ഹലോ. ആ, നീ എവിടെയാ? ഇപ്പൊ ഞാനേ പോലീസ് സ്റ്റേഷനാ കൊട്ടേഷൻ എടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിലോ? നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയി? ആ, സർക്കിൾ എന്നെ ഒന്ന് കാണണമെന്ന് അങ്ങനെ വന്നതാ. പിന്നെ നമ്മുടെ വില്യംസിന്റെ കാര്യം ഒന്ന് സെറ്റാക്കാനും വന്നതാ. അങ്ങനാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഞാൻ വില്യംസിന്റെ കാര്യം മിണ്ടിയില്ല. ആ, അതൊക്കെ എനിക്ക് വിട്ടേക്കേ. ഞാൻ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ എടാ, നീ നാളെ കൊച്ചിൻ കണ്ടെയ്നർ ടെർമിനലിൽ പോയി ബ്രസീലിൽ നിന്നെത്തിയ നമ്മുടെ ചരക്ക് ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഗോഡൌണിൽ എത്തിക്കണം. കസ്റ്റംസിന് എന്താണെന്ന് വെച്ചാൽ നക്കാപ്പിച്ച കൊടുത്തേര്. വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ വിക്രം ഭായി. ഓ, എല്ലാം പറഞ്ഞ പോലെ. വണ്ടി എറാ. എന്റെ മോളെ പോലീസുകാർ നിന്നെ വല്ല ഉപദ്രവിച്ച മോളെ? ഏയ്, അവരൊന്നും ചെയ്തിട്ടില്ല. വെറുതെ അവളെ വിഷമിപ്പിക്കല്ലേ. നിനക്ക് എന്തിന്റെ കുറവായിരുന്നു ഇവിടെ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിനക്ക് ഞാൻ ഇവിടെ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. ഈ പ്രായത്തില് പ്രണയിക്കുന്നത് തെറ്റാണെന്നൊന്നും അപ്പം പറയത്തില്ല. ഒറ്റമകളല്ലേന്ന് പറഞ്ഞ് ലാളിച്ചുപോയി. അതിന്റെ ഒരു വിഷമം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാ പോയേക്കാം. മക്കളെ, അപ്പം പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഗൾഫിൽ നിന്ന് രാജൻ കൊച്ചേട്ടൻ വിളിച്ചു. ആ യൂട്യൂബ് ചാനലിൽ വാർത്ത കണ്ടെന്നും പറഞ്ഞ്. എന്തൊരു നാണക്കേടായി പോയി മോളെ. ഞാനൊരു ലൈവ് ഇട്ടാ തീരുന്ന പ്രശ്നേ ഉള്ളൂ. അർത്ഥം എന്തായാലും കറങ്ങി തിരിഞ്ഞ് എന്റെ നേരെ വരുള്ളൂ. അപ്പം പോയി 2 അടിച്ചിട്ട് കിടക്ക്. എടാ, ഇതങ്ങോട്ട് പിടിപ്പിക്ക്. നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും. എന്റെ വിഷമങ്ങളൊന്നും മാറില്ലടാ. അമ്മാരി പണിയല്ലേ അവള് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ നാട്ടുകാർ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് അവളെന്ത് തെറ്റാടാ ചെയ്തത്? തെറ്റ് ചെയ്ത് കാശ് വാങ്ങിച്ചത് ആ ചെക്കനല്ലേ? ഇങ്ങനത്തെ വാർത്താക്കുന്ന ഒരു അപ്പന്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ മോളെ പൊന്നുപോലെടാ ഞാൻ വളർത്തിയത്. ഇങ്ങനെ വിഷമിക്കാടാ. ഓ, പണ്ട് ഈ മൊബൈലൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഒരു സമാധാനം ഉണ്ടായിരുന്നു.
ഇപ്പോഴാണെങ്കിൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പാവം പെമ്പിള്ളേര് അവരോരോരുത്തന്മാര് പറഞ്ഞു പറ്റിക്കുന്നതാ. പഠിക്കാനെന്നും പറഞ്ഞ എന്റെ മൊബൈൽ വാങ്ങിച്ച ഈനായിരുന്നു. നീ ധൈര്യമായിട്ടിരിക്കും, അവള് നേരെയാവും. നീ ഇപ്പൊ അവളോട് ചോദിക്കാനും പറയാനൊന്നും പോകണ്ട. ഇപ്പോഴത്തെ കാലവാ, അവള് വല്ല കടുങ്കയും ചെയ്താലോ. നീ ഇതങ്ങോട്ട് പിടിച്ചേ, കുടിക്കേ, എല്ലാം ശരിയാവും. ഓ വന്നോ? നിങ്ങളിത് എവിടെയായിരുന്നു? എത്ര പ്രാവശ്യം നിങ്ങളെ ഞാൻ വിളിച്ചു. എടേ, എൻ്റെ ഫോണിൽ ചാർജില്ല, പോലീസുകാരുടെ കയ്യിലായിരുന്നില്ലേ. മോളെന്തിയേ? അത് പറയാനാ നിങ്ങളെ ഞാൻ വിളിച്ചത്. ഇത് നോക്ക്, മോളെ എഴുതി വെച്ചിട്ട് പോയതാ. എന്താടി? നിങ്ങൾ നോക്ക്. ഞാനായിട്ട് നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നില്ല. ഞാൻ പോകുന്നു. എന്നെ വഞ്ചിച്ചവനോട് പകരം വീട്ടാനായി. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ അവളോട് പറഞ്ഞല്ലേ ഒരു കുഴപ്പമില്ല, അപ്പ ക്ഷമിക്കാന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ വിഷമിക്കാതെ. ചേട്ടാ ഒരു മട്ടാഞ്ചേരി. ചേട്ടെടുത്താ ഒന്ന് അവിടെ ഒന്ന് ഇറക്കി തരാമോ പ്ലീസ്? ആളർക്കാണ്ട് അപ്പാ എന്താ മോളെ? അമ്മച്ചി, ഈ വില്യംസ് എന്ന് പറയുന്ന ആൾ ഇവിടെയല്ലേ താമസിക്കുന്നത്? അല്ല, വില്യംസ് എന്ന് പറയുന്ന ഒരാളില്ല. ജോൺ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അത് ആ കെട്ടിടത്തിൽ. പുള്ളി മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണോ? മരുന്ന് കച്ചവടാന്നാ പറയുന്നത്. അത് പിള്ളേരെ വഴിതെറ്റിക്കുന്ന മരുന്ന. അവനെ അന്വേഷിച്ച് പോലീസുകാർ വരുന്നുണ്ട്. മോളെ, അവൻ ശരിയല്ല. മോൾ അവൻ്റെ ഒന്നും വലയിൽ വീഴരുത്. പോയി രക്ഷപ്പെടാൻ നോക്ക അവനീന്ന്. ശരി അമ്മച്ചി. ഹലോ. ഹലോ, എന്താ? വിക്രം ഭായ്, ജസ്റ്റ് മിസ്സായി പോയവൾ. മിസ്സായോ?
നിന്നൊക്കെ എന്തിനാടാ തീറ്റി പോറ്റുന്നത്? കുത്താലോ. അവളുടെ ഫ്രണ്ട് അവളൊരു പെൺപുലിയായിരുന്നു, പിടിച്ചു വെക്കാൻ പറ്റിയില്ല. പെണ്ണോ? എന്താ ചെയ്യണ്ടേ? പോയി ചാവടാ. സോറി വിക്രം ഭായ്. ജാ ജാ ജാ